എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക്. നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന ദിശ സമ്പത്ത്, ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ചില പ്രവേശനദ്വാർ നല്ല ചൈതന്യം കൊണ്ടുവരുമ്പോൾ ചിലത് സാമ്പത്തിക നഷ്ടവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ പ്രവേശദ്വാർ ഭാഗ്യദായകമാണ്. ഈ വീഡിയോയിൽ വീടിന് ഏറ്റവും നല്ല പ്രവേശന ദിശകളും ദോഷകരമായ ദിശകളും വാസ്തുപരിഹാരങ്ങളും നിങ്ങൾക്ക് വിശദമായി വിശദീകരിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഒരു വീടിൻ്റെ എൻട്രൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു വീടിൻ്റെ ഒരു പ്ലാനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊരു പ്ലോട്ടിൽ, ഇങ്ങനെയൊരു സൈറ്റിൽ, അപ്പോൾ എല്ലാ വീടുകൾക്കും ഒരു സൈറ്റ് പ്ലാൻ കാണുമല്ലോ. അപ്പോൾ ആ പ്ലാന് നമ്മൾ എടുത്തിട്ട് ഇത് ഈസ്റ്റാണ്, ഇത് സൗത്താണ്, ഇത് നോർത്താണ്, ഇത് വെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ 4 ഡയറക്ഷൻസ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഓരോ ഡയറക്ഷനും എങ്ങനെ എത്ര എൻട്രി ഉണ്ടെന്നും ഓരോ സോണിലും എത്ര എൻട്രി ഉണ്ടെന്നും നമുക്ക് നോക്കാം, ഓരോ ഡയറക്ഷനും. അപ്പോൾ ഇത് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിനെ ഇപ്പോൾ 90 ഡിഗ്രി ആണല്ലോ. ഓക്കെ, ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ 90 × 4 ആണ് 360 വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 90 ഡിഗ്രിയെ നമുക്ക് എത്രയായിട്ട് എങ്ങനെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു 90 ഡിഗ്രിയിൽ ഒരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് വരുന്നത് 8 എൻട്രീസ് ആണ്. അപ്പോൾ ഇത് ഈസ്റ്റ് ആയപ്പോഴത്തേക്കും ഇതിന് 1 2 3 4 5 6 7 8. അപ്പോൾ ഇങ്ങനെ 8 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ E1 E2 E3 E4 E5 E6 E7 E8. അപ്പോൾ ഇങ്ങനെയാണ് ഈസ്റ്റിൽ എൻട്രൻസ് വരുന്നത്. അതുപോലെ തന്നെ സൗത്തിലും 8 നിങ്ങൾക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സൗത്തിൻ്റെ S1 S2 S3 S4 S5 അങ്ങനെ S8 വരെ. അതുപോലെ തന്നെ സെയിം വേയിൽ നോർത്തിനെ നമുക്ക് 8 ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ 8 എൻട്രീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ N1 തൊട്ട് N8 വരെ. അതുപോലെ തന്നെ വെസ്റ്റിലും സെയിം വേ. അപ്പോൾ വെസ്റ്റിലും 8 ഡിവൈഡ് ചെയ്ത്